ഡൽഹിയിൽ കോൺഗ്രസിനെ വിലകുറച്ച് കണ്ടത് കെജ്രിവാളാണോ അതോ കെജ്രിവാളിനെയും പാർട്ടിയും വിലമതിക്കാതെ ഒറ്റപ്പെടുത്തിയത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണോ? രണ്ടായാലും ഒന്നായാലും ഇരുവരുടെയും തന്ത്രങ്ങൾ പാളിപ്പോയിരിക്കുന്നു. വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ നൽകേണ്ട ഗതികേട്ടിലാണ് കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി വരെ. രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടേ ഇല്ല ഇതുവരെ. പ്രിയങ്ക പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ യോഗങ്ങളിൽ നിന്നും ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നെന്ന് വളരെ വ്യക്തമായിരുന്നു. ആളുകൾ മാറ്റത്തിനായി വോട്ട് ചെയ്തു. വിജയിച്ചവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം, നിലത്തുറച്ച് നിൽക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതികരിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം പ്രിയങ്ക ഗാന്ധിക്ക് അറിയാമായിരുന്നു കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകുമെന്നും ആം ആദ്മി പാർട്ടി തിരിച്ച് ഭരണത്തിലേക്ക് വരില്ലെന്നും. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പ്രതികരിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി പറയണമെങ്കിൽ അവർക്ക് വ്യക്തമായി അറിയായിരുന്നു ഡൽഹിയിലെ കോൺഗ്രസുകാരുടെ അവസ്ഥ എന്തായിരുന്നു. പ്രിയങ്ക ഗാന്ധി താൻ താമസിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ രാജ്യ തലസ്ഥാനം BJP പിടിച്ചടക്കിയതിനെക്കുറിച്ച് ഞെട്ടലുണ്ടെങ്കിലും അത് പുറത്ത് കാട്ടാതെയാണ് ഇങ്ങനെ പ്രതികരിച്ചത്. കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഞെട്ടലിലാണെന്ന് പറഞ്ഞാൽ അത് ഒരല്പം അതിശയോക്തിയായി പോകും. രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസിന് വീണ്ടും ഹാട്രിക് ഡക്കടിച്ചിരിക്കുന്നു. 2020 തിരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളാണ് AAP ജയിച്ചത്. 8 സീറ്റുകളിൽ BJP വിജയിച്ചപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. 2015 തിരഞ്ഞെടുപ്പിൽ 67 സീറ്റുകളിലാണ് AAP വീണ്ടും ജയിച്ചത്. അന്ന് 3 സീറ്റുകളിൽ BJP ജയിച്ചു. കോൺഗ്രസിന് അന്നും കിട്ടി 0. 70 നിയമസഭാ മണ്ഡലങ്ങൾ ഇത്തവണ ഒരിടത്ത് പോലും കോൺഗ്രസ് രണ്ടാമത് പോലും എത്തിയില്ല. ഒരു മണ്ഡലത്തിൽ പോലും തൊട്ട് പിന്നാലെ എത്തിയില്ല. സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന് മാത്രമാണ് പേരിനെങ്കിലും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത്, കൽക്കാജിയിൽ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ, ഇവരടക്കം കോൺഗ്രസിൻ്റെ കിടിലൻ സ്ഥാനാർത്ഥികളെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചവർ നല്ലൊരു മത്സരം പോലും കാഴ്ചവെക്കാതെ കീഴടങ്ങുന്ന അവസ്ഥയാണ് കാണാനായത്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 15 വർഷത്തോളം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലിരുന്ന ഒരു പാർട്ടിക്കാണ്, ഒരു ദേശീയ പാർട്ടിക്കാണ് ഈ ദുർവിധി. വോട്ടിംഗ് ശതമാനത്തിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഇത്തവണയും കോൺഗ്രസ് സാധിച്ചില്ല. ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു പ്രചരണമെങ്കിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അപ്പുറം മറ്റൊരു നേതൃമുഖം കോൺഗ്രസിന് ഡൽഹിയിൽ ഇല്ലാതെ പോയതാണ് രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് നല്ല വില കൊടുക്കേണ്ടി വരും. വെല്ലുവിളികൾ ഏറെയുണ്ട് കോൺഗ്രസിന് മുന്നിൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാനാകാതെ കോൺഗ്രസ് ഞെരുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനായത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ AAPയും കോൺഗ്രസും പരസ്പരം പോരടിച്ചത് ഡൽഹിയിലെ തോൽവിക്ക് ചെറുതല്ല കാരണമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇന്ത്യ സഖ്യത്തിനിടയിലെ ഐക്യമില്ലായ്മയാണ് ഈ തോൽവിക്ക് കാരണമെന്ന വിമർശനം ഇപ്പോൾ ശക്തമാകുന്നു. പഴയ പ്രതാപത്തിൻ്റെ പഴങ്കഥകൾ പാടി നടക്കുന്നതല്ലാതെ കോൺഗ്രസ് എന്ന സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ കെട്ടിപ്പടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി വൻ പരാജയമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് എടുത്തു കാട്ടുന്നുണ്ട്. കോൺഗ്രസിനെ വില കുറച്ച് കണ്ടത് കെജ്രിവാളിനെ ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ വിനയായി മാറി. മാത്രമല്ല BJPയുടെ പ്രചരണ തന്ത്രങ്ങൾക്കൊപ്പം കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യവും ആം ആദ്മി പാർട്ടിക്ക് വിനയായി. പക്ഷേ ജനം കൈവിട്ട് കളഞ്ഞു. ആം ആദ്മിയെ മാത്രമല്ല കോൺഗ്രസിനെയും. 1 2 3 തവണ ഒരു വമ്പൻ ഹാട്രിക് തോൽവി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.